കേട്ടോ മുദ്രാവാക്യം. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് പിൻപറ്റുന്നതും ബ്രിട്ടീഷുകാരെയാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെയല്ല. നിങ്ങൾ പിൻപറ്റുന്നത് ബ്രിട്ടീഷുകാരെയാണ്. ബ്രിട്ടീഷുകാരെ ഇലനക്കികളും ചിറുനക്കികളുമായി കഴിഞ്ഞ മുൻകാലത്തെ മൗലവിമാർ, KM മൗലവി, വക്കം മൗലവി, അങ്ങനെ തുടങ്ങി TK മൗലവി, ആ മൗലവിമാരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ, ഉമറുൽ ഫാറൂഖ്, അലി ബിൻ അബി ത്വാലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും വറഫഅനാ ബിഹിം ആമീൻ, ഇതുപോലുള്ള മഹാന്മാരെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വല്ല സമ്മേളനം നടക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കൽ എങ്ങനെ? നമ്മളെ നേതാക്കന്മാരെ പേരാ എങ്ങനെ വിളിക്കല്? ഖൂലൂ തക്ബീർ അല്ലാഹു അക്ബർ, ഹമാരാ തക്ബീർ അല്ലാഹു അക്ബർ. പിന്നെ നമ്മൾ വിളിക്കുന്നത് ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹുദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലിബുൽ ഹംസത്തു ഉസ്മാനും സിദ്ദീഖ് ഉമറുൽ ഫാറൂഖും കൊളുത്തി തന്നൊരു ദീപശിഖ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നമ്മളെ മുദ്രാവാക്യതാ കണ്ടോ? ഇവിടെ മുദ്രാവാക്യം കേട്ടില്ല, നല്ല രസല്ലേ? അലിപുലി ഹംസത്ത് അബ്ബാസ്, അലിയും മനസ്സിലായി, ഹംസയും മനസ്സിലായി, ഇതിന്റെ ഇടയ്ക്ക് ഒരു പുലി. അലിപുലി ഹംസത്ത് അബ്ബാസ്, സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ്. എന്ത് കഷ്ടാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്.